അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. മഹാന്മാരായ സ്വഹാബാക്കളെക്കുറിച്ചും അവർ പരിശുദ്ധമായ ഖുർആനിനു ചെയ്ത മഹദ് സേവനങ്ങളെക്കുറിച്ചും സംസാരിക്കുന്ന ഈ പരമ്പരയിൽ ഇന്ന് നമുക്ക് പരിചയപ്പെടാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പിതൃ സഹോദര പുത്രനും ഹബ്റുൽ ഉമ്മ തർജുമാനുൽ ഖുർആൻ എന്ന പേരിലൊക്കെ പ്രസിദ്ധനുമായ സ്വഹാബാക്കളിലെ മഹാപണ്ഡിതൻ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെക്കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ അനുചരരും മക്കയിൽ ഖുറൈശികളുടെ കടുത്ത ഉപരോധത്തിൻ്റെ ഭാഗമായി വളരെയധികം പ്രയാസങ്ങളും പ്രതിസന്ധികളും സഹിച്ചുകൊണ്ട് ഷിഅബ് അബി ത്വാലിബിൽ കഴിയുന്ന സമയത്ത്, കൃത്യമായി പറഞ്ഞാൽ ഹിജറക്ക് 3 വർഷങ്ങൾക്ക് മുമ്പാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ജനിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി വളരെ അടുത്ത കുടുംബ ബന്ധമാണ് മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾക്കുള്ളത്. ഒന്നാമതായി അവർ നബി തങ്ങളുടെ ഉപ്പയുടെ സഹോദരൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ്. മറ്റൊരു ബന്ധം ഇബ്നു അബ്ബാസ് തങ്ങളുടെ ഉമ്മ ലുബാബ ബിൻത് ഹാരിസ് റളിയല്ലാഹു അൻഹ, ഉമ്മുൽ ഫളിൽ എന്ന പേരിലാണ് അവർ കൂടുതലും അറിയപ്പെടുന്നത്. ഇവരുടെ സഹോദരിമാരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 ഭാര്യമാർ. ഒന്ന് മൈമൂന ബിൻത് ഹാരിസ് റളിയല്ലാഹു അൻഹ, മറ്റൊന്ന് സൈനബ ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി അടുത്ത കുടുംബ ബന്ധമുണ്ടായതുകൊണ്ട് തന്നെ ഹബീബായ തങ്ങളോട് കൂടുതൽ ഇടപഴകാൻ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് സാധിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബാക്കളും മദീനയിലേക്ക് ഹിജറ പോയ സമയത്ത് അബ്ബാസ് റളിയല്ലാഹു അൻഹുവും കുടുംബവും ഹിജറ ചെയ്തിരുന്നില്ല. പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അബ്ബാസ് തങ്ങളും കുടുംബവും മദീനയിലേക്ക് എത്തുന്നത്. കേവലം കുറഞ്ഞ വർഷങ്ങൾ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ ഇബ്നു അബ്ബാസ് തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും അവിടുത്തെ അടങ്ങാത്ത വിജ്ഞാന തൃഷ്ണയും അവിടുന്ന് നബി തങ്ങളോടുള്ള അടുത്ത കുടുംബ ബന്ധവും ഒക്കെ കാരണമായിട്ട് വളരെയധികം വിലപ്പെട്ട വിജ്ഞാനങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ആർജിച്ചെടുക്കാൻ ഇബ്നു അബ്ബാസ് തങ്ങൾക്ക് ആയിട്ടുണ്ട്. ഒരിക്കൽ തൻ്റെ മാതൃ സഹോദരി മൈമൂന ബിൻത് ഹാരിസ് റളിയല്ലാഹു അൻഹ അവരുടെ കൂടെ രാത്രി കഴിയുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ ഇബ്നു അബ്ബാസ് തങ്ങൾ കുട്ടിയായ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇടതുവശത്തായി പോയി നിൽക്കുകയുണ്ടായി. അപ്പോൾ നബി തങ്ങൾ വളരെയധികം സ്നേഹത്തോടു കൂടിയിട്ട് ഇബ്നു അബ്ബാസ് തങ്ങളെ തൻ്റെ വലതുവശത്തേക്ക് മാറ്റി. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കാൻ എഴുന്നേറ്റ സമയത്ത് അവിടത്തേക്ക് വുളൂ ചെയ്യാനുള്ള വെള്ളം തയ്യാറാക്കപ്പെട്ടതായി കണ്ടപ്പോൾ അവിടുന്ന് ചോദിച്ചു മൈമുന ബീവിയോട്, ആരാണ് ഈ വെള്ളം തയ്യാറാക്കി വെച്ചത്? മൈമുന ബീവി മറുപടി പറഞ്ഞു, അബ്ദുള്ളയാണ്. അപ്പോൾ അവിടുന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീനി വഅല്ലിമുഹു തഅ്വീൽ. അല്ലാഹുവേ, ഈ കുട്ടിക്ക് നീ ദീനി വിജ്ഞാനം നൽകണേ, അവനിക്ക് നീ ഖുർആൻ വ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുക്കണേ എന്ന്. ഈ ഒരു പ്രാർത്ഥനയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായി മാറിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പ്രാർത്ഥനയെ അന്വർത്ഥമാക്കിക്കൊണ്ട് പിന്നീട് അവർ വലിയ പണ്ഡിതനായി മാറുകയാണ് ചെയ്തത്. ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് റഈസുൽ മുഫസ്സിരീൻ എന്ന പേരിന് അവർ അർഹരായി തീർന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിനു ശേഷവും തൻ്റെ വിജ്ഞാന യാത്ര ഇബ്നു അബ്ബാസ് തങ്ങൾ തുടർന്നു. ഓരോ ഹദീസും തേടിക്കൊണ്ട് അതുള്ള സ്വഹാബിയുടെ അരികെ ചെല്ലുകയും അതവിടുന്ന് പഠിക്കുകയും ചെയ്തിരുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ സ്വഹാബാക്കൾക്കിടയിൽ അവർക്ക് സവിശേഷമായ സ്ഥാനമുണ്ടായിരുന്നു. ഒരിക്കൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മുതിർന്ന സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ ചെറുപ്പക്കാരനായ ഇബ്നു അബ്ബാസ് തങ്ങളെ ഇരുത്തിയത് പലർക്കും അത്ഭുതമുണ്ടാക്കി. എന്നാൽ ഖുർആനിൽ നിന്നുള്ള ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട്
ഉമർ റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് തങ്ങളുടെ സാമർത്ഥ്യം, അവിടുത്തെ കഴിവ് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ഉണ്ടായത്. ഹിജറ 68 ത്വായിഫിൽ വെച്ചാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. അവർ വഫാത്തായതിനു ശേഷം ഖബറിൽ വെച്ച് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന എന്ന ഖുർആനിക വചനം കേട്ടതായി ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. ഇൻഷാ അള്ളാഹ് വരുന്ന എപ്പിസോഡുകളിൽ മഹാനവറുകൾ പരിശുദ്ധമായ ഖുർആനിനു ചെയ്ത സേവനങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.